ഹായ് സ്റ്റുഡൻസ്, ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സ്കാൻ അൽഗോരിതത്തിനെ പറ്റിയാണ്. സോ സി സ്കാൻ അൽഗോരിതം ഒരു ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. സോ സി സ്കാൻ അൽഗോരിതം ഒരു വേരിയേഷനാണ് സ്കാൻ അൽഗോരിതം. സോ സി സ്കാൻ പറയുന്നത് എന്താണ്, ജസ്റ്റ് സ്കാൻ അൽഗോരിതത്തിനെ പറ്റി പറയാം. സോ സ്കാൻ അൽഗോരിതത്തിനെ പറ്റി പറയാമെങ്കിൽ സ്കാൻ അൽഗോരിതം ഒരു ഇനീഷ്യൽ റീഡ് ആൻഡ് റൈറ്റ് ഹെഡ് ഒരു സിലിണ്ടർ പൊസിഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഹയർ ഓർഡർ റിക്വസ്റ്റിലേക്കായിരിക്കും അത് പ്രോസസ്സ് ചെയ്യുന്നത്. സോ ആ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആ ഡിസ്കിൻ്റെ എൻഡിലെത്തും. എന്നിട്ട് തിരിച്ചിത് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ഈ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന റിക്വസ്റ്റുകളെല്ലാം ആ സമയത്ത് അതങ്ങ് പ്രോസസ്സ് ചെയ്യും. സോ അതാണ് സ്കാൻ അൽഗോരിതം. സി സ്കാൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ സ്കാൻ പോലെ ഒരു ഇനീഷ്യൽ റീഡ് ആൻഡ് റൈറ്റ് ഹെഡ് പൊസിഷനുണ്ട്. അതിൽ നിന്ന് അത് ഹയർ ഓർഡർ സിലിണ്ടേഴ്സിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം ഡിസ്കിൻ്റെ എൻഡിലെത്തും. ഡിസ്കിൻ്റെ എൻഡിലെത്തിയതിന് ശേഷം ഇത് തിരിച്ച് സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്കാനിൻ്റെ അനുസരിച്ച് സ്കാനിൻ്റെ കണക്ക് ഇത് റിക്വസ്റ്റുകളൊന്നും പ്രോസസ്സ് ചെയ്യത്തില്ല. ഇത് നേരെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴായിരിക്കും അടുത്ത റിക്വസ്റ്റുകൾ ഇത് പ്രോസസ്സ് ചെയ്യണം. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ടൈം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. റിക്വസ്റ്റിനിടെ എമങ്ങായിട്ട് ഈ വെയിറ്റിംഗ് ടൈം നല്ലോണം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പിന്നെ റെസ്പോൺസ് ടൈം വളരെ നല്ലതായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹയർ ഓർഡറിലേക്ക് റിക്വസ്റ്റുകൾ ഇല്ലെങ്കിലും ഈ എപ്പോഴും ഹയർ ഓർഡറിലേക്ക് മൂവ് ചെയ്ത് പോകും, എൻഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഡിസഡ്വാൻറ്റേജാണ്. വെറുതെ എന്തിനാണ് നമ്മൾ അവസാനം വരെ പോകുന്നത്, അവിടെ റിക്വസ്റ്റ് ഇല്ലെങ്കിലും ഇത് അവസാനം വരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു ടൈം നീഡഡ് ടു ലൊക്കേറ്റ് എ സ്പോട്ട് അതും ഇച്ചിരി കൂടുതലാണ് ഈ ഒരു അൽഗോരിതത്തിന്. സോ ഇവിടെ കാണുന്നൊരു സി ഇംപ്ലിമെൻറ്റേഷനാണ് സി സ്കാൻ അൽഗോരിതത്തിൻ്റെ. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഇൻറ്റ് എൻ ആൻഡ് മാക്സ്. സോ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിക്വസ്റ്റ് ക്യൂവിൻ്റെ നമ്പർ ഓഫ് എത്ര പ്രോസസ്സുകളുണ്ട് അതാണ് എൻ സ്റ്റോർ ചെയ്യുന്നത്. സി എൻ ഇൻക്ലൂഡ്സ് ദി ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ, അതും കൂടെ ചേർത്തിട്ടായിരിക്കണം എൻ ഇൻപുട്ട് ചെയ്യണം. സോ നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങിക്കുന്നു, അത് എന്നിൽ സ്റ്റോർ ചെയ്യും. മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് തരും ഇത് ഡിസ്കിനകത്ത് 200 ട്രാക്സ് ഉണ്ട്. സോ 200 ട്രാക്സിനകത്ത് സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 to 199 ആയിരിക്കും. സോ ചിലപ്പോൾ 200 ട്രാക്സ് ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും നമ്പറായിരിക്കും. സോ ആ ഒരു ഹയർ ഓർഡർ നമ്പർ വേണമെങ്കിൽ മാറാം. സോ അതിന് വേണ്ടി ആ മാക്സ് വാല്യൂ ഞാൻ ജസ്റ്റ് യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് ചെയ്യുന്നുള്ളൂ. സോ മാക്സ് വാല്യൂ n = n+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0യും മാക്സ് വാല്യൂ 199 അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഫ്രീ സ്പേസസുള്ള ഞാൻ അലോക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അറേ ക്രിയേറ്റ് ചെയ്യും. ഈ അറേക്കകത്താണ് നമ്മൾ റിക്വസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത്, ഈ മാക്സും മിനിമം ഒക്കെ വയ്ക്കുന്നത്, പിന്നെ ഇനീഷ്യൽ ഹെഡ് പൊസിഷനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഈ അറയിൽ. സോ ഈ ഫോർ ലൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഈ ഫോർ ലൂപ്പ് തുടങ്ങുന്നത് i = 2 ആയി, 2 തൊട്ടാണ്. പിന്നെ ഇത് തീരുന്നത് i = n-2ലായിരിക്കും ഇത് തീരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ i = n-1th പൊസിഷനിലാണ് മാക്സ് വയ്ക്കാൻ പോകുന്നത്, അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് i = n-1 മാക്സ് ഞങ്ങൾ അലോക്കേറ്റ് ചെയ്തിരിക്കും. പിന്നെ വേറെ 2 ആൾക്കാർ ഇനി ബാക്കിയുണ്ട്. ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ഹെഡ് പൊസിഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. സോ ആ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ഹെഡ് പൊസിഷൻ ഞാൻ ഇവിടെ നിന്നാണ് യൂസറിൻ്റെ നിന്ന് വാങ്ങിക്കുന്നത്. സോ അത് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സിലാണ്. അറേ സ്റ്റാർട്ടിംഗ് ഫ്രം 0 ബേസ്ഡ് ഇൻഡെക്സ്. എന്നിട്ട് എൻ്റെ ഇനീഷ്യൽ ഇൻഡെക്സിൽ 0th ഇൻഡെക്സിൽ ഞാൻ വയ്ക്കാൻ പോകുന്ന 0 ആണ്. ഇഫ് നമ്മുടെ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് 200 ആണ്, സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 to 199 വരെ ആയിരിക്കും അത് റേഞ്ച് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 എന്നുള്ളത് പൊസിഷൻ അനുസരിച്ച് വേണമെങ്കിൽ മാറ്റാം, ഈ ഒരു നമ്പർ മാറ്റിയാൽ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സോർട്ടിങ് അൽഗോരിതമാണ് ഇവിടെ നടക്കുന്നത്. സാധാ ബബിൾ സോർട്ടാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റീഡ് ആൻഡ് റൈറ്റ് ആ റിക്വസ്റ്റ് നോക്കിയാണ്, ആ റിക്വസ്റ്റ് ഇപ്പോൾ റാൻഡംലി ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അതിപ്പം 180 നിന്ന് പിന്നെ 94 ആയിരിക്കും, 94 ചിലപ്പോൾ 16 പോകും. സോ അതൊരു ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അറിയാം സി സ്കാൻ അൽഗോരിതം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇനീഷ്യൽ ഹെഡ് തന്നിരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് ഹയർ ഓർഡറിലേക്കാണ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഹയർ ഓർഡറിലേക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്തായാലും സോർട്ട് ചെയ്താലേ പറ്റും. സോ അതുകൊണ്ട് നമ്മളിവിടെ സോർട്ട് ചെയ്യാണ്. സോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ലീനിയർ സെർച്ചാണ് നടക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഇനീഷ്യൽ ഹെഡ് പൊസിഷൻ ഉണ്ടല്ലോ അതും സോർട്ടായി.
സോ ആ സോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയണം അത് എവിടെ സോർട്ട് ചെയ്താൽ ആ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ എവിടെയാണെന്ന് തിരിച്ചറിയണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലൂപ്പ് ഓട്ടിക്കുന്നത്. സോ അത് ലീനിയർ സെർച്ചാണ്. അപ്പോൾ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് ഈ ഐ ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യും. ഇത്ര ചെയ്യുന്നത്. പിന്നെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്തതാണ് സി സ്കാനിൻ്റെ വർക്കിംഗ്. സോ ഒരു വേരിയബിൾ എക്സ് കൊടുത്തിട്ടുണ്ട് n-1. ഇതൊരു ഇതൊരു ലൂപ്പിംഗ് വേരിയബിളാണ്. പിന്നെ ഈ റിസൾട്ടിനകത്ത് നമ്മുടെ സീക്ക് ടൈം സ്റ്റോർ ചെയ്യാൻ പോകും. സോ ഇതിൻ്റെ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ x greater than 0 ആവുന്നവരെ നമ്മൾ ഈ ലൂപ്പിനകത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങും. സോ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആ ഒരു ഫസ്റ്റ് ഇൻഡെക്സിൽ നിന്ന് അതിൻ്റെ അടുത്ത ട്രാക്ക് മൂവ്മെൻറ്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് സീക്ക് ടൈം അല്ലേ. സോ ആ സീക്ക് ടൈമിന് അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുന്നത്. സോ അബ്സല്യൂട്ട് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ. ആ ഗിവൺ ഇൻഡെക്സ് അതിൻ്റെ അടുത്ത മൂവ് ചെയ്യുന്ന അതിൻ്റെ ഗിവൺ ട്രാക്ക് പൊസിഷന് അടുത്ത ട്രാക്കിലേക്ക് മൂവ് ചെയ്യേണ്ട പൊസിഷനോടെ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ് സീക്ക്. സോ അത് നമ്മൾ ഈ റിസൾട്ടിനത് അപ്പൻഡ് ചെയ്തു. പിന്നെ ഇവിടെ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തു ഇന്ന ട്രാക്ക് പൊസിഷനിൽ നിന്ന് ഇന്ന ട്രാക്കിലേക്ക് മൂവ് ചെയ്തു, ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ നമുക്ക് കാണാം. ഇഫ് INDX ഈക്വൽ ടു n-1. സോ INDX എപ്പോഴായാലും n-1-ലെത്തും. സോ n-1-ൽ അടുത്ത ട്രാക്ക് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ്ങിലേക്ക് മൂവ് ചെയ്യാം. സോ ബട്ട് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഈ ലൈനിലെത്തുമ്പോഴത്തേക്ക് ഒരു ഔട്ട് ഓഫ് ബൗണ്ട്സ് എറർ വരും. ഫോർ എക്സാമ്പിൾ ഇഫ് അറേയുടെ സൈസ് 10 സോ നമ്പേഴ്സ് റേഞ്ച് ഇപ്പോൾ 0 ബേസ്ഡ് ഇൻഡെക്സിങ് ആണെങ്കിൽ 0 to 9 വരെയാണ് പോകുന്നത്. സോ ഇവിടെ i+1 ദാറ്റ് ഈസ് 9+1 10 ആയിരിക്കും. സോ അങ്ങനത്തെ 10th എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഇല്ല. സോ ആ ഔട്ട് ഓഫ് ബൗണ്ട്സ് എറർ മാറ്റാൻ വേണ്ടി പിന്നെ ഇത് മൂവ് ചെയ്യുന്ന 0 പിന്നെ ഇത് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഇൻഡെക്സ് വേരിയബിൾ ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു സിമിലർ കോഡ് നിങ്ങൾ ഇവിടെ സർക്കുലർ ക്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇങ്ങനെ ലൂപ്പിങ് ചെയ്യുന്നത്. നമ്മൾ എക്സ് ഡിക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് ഈ വൈൽ ലൂപ്പിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് ടോട്ടൽ സീക്ക് ടൈമാണ്. സോ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യും. ഇതാണ് ഒരു സാമ്പിൾ സി സ്കാൻ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ ഒരു എക്സാമ്പിൾ. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ലെങ്ത് കാണാം 9 ഇൻക്ലൂഡിങ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ, മാക്സ് വാല്യൂ ആണ് റിക്വസ്റ്റ്, ഇനീഷ്യൽ ഹെഡ് പൊസിഷൻ, പിന്നെ അതിൻ്റെ ടോട്ടൽ സീക്ക് ടൈം നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 380. താങ്ക് യു.